ശേരേ എന്തോ എന്നെ ഒന്ന് സഹായിക്കടി. എന്ത് പറ്റി രമണ? നിനക്കറിയാവുന്നതല്ലേ എനിക്ക് ആ മേഴ്സിനെ ഇഷ്ടാടി. ഒന്നൊന്ന് സഹായിക്കടി ഞങ്ങളൊന്ന് ലൈനാക്കാൻ. ഞാനെങ്ങനെ സഹായിക്കാനാ? നീ പോയി പറഞ്ഞതല്ലേ, അപ്പൊ നിനക്ക് നല്ലത് കിട്ടുകയും ചെയ്തില്ലേ? അവൾക്ക് എന്നോട് എന്തോ ഉണ്ട്, പക്ഷേ അവള് പറയാൻ മടിക്കുക. നേരെ എന്തോ ഉണ്ട്, പറയാൻ മടിക്കുന്നതാ നല്ലത്. എന്നാടാ നിനക്ക്? പ്ലീസ് അടി, പ്ലീസ് അടി, എന്തിനാടി? ഒന്ന് സഹായിക്കടി. നിന്നെക്കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ലച്ചു മീനു, നാളെ നമ്മുടെ ടൂർ അടിച്ചു പൊളിക്കണം. അതെ അതെ, സൂപ്പർ ആക്കണം. ഇനി കഴിഞ്ഞിട്ട് വേണം പാക്കിംഗ് ഒക്കെ തുടങ്ങാൻ. ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എൻ്റെ പാക്കിംഗ് ഒക്കെ പണ്ടേ കഴിഞ്ഞു. ഇനി ഞാൻ റെസ്റ്റാ. എൻ്റെ പിന്നെ ചേച്ചിയാ ചെയ്യണേ, ഞാനൊന്നും അറിയണില്ല. പിന്നെ നമ്മൾ ഈ ടൈമും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി പ്ലാൻ ചെയ്താൽ. അതെ അതെ, മിസ്സൊന്ന് വന്നായിരുന്നെങ്കിൽ എല്ലാം പറയുമായിരുന്നെങ്കിൽ നമുക്ക് എവിടെ വെച്ച് എസ്കേപ്പ് ആകണമെന്ന് നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഞാൻ ടൂറിനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ നിധി തേടി പോകുന്നില്ല. എനിക്കതെ, പക്ഷെ ചെറിയൊരു പേടിയുണ്ട്, എങ്ങാനും മിസ്സ് പൊക്കിയാലോ. ആ പേടി വേണ്ട, നല്ലോണം പ്ലാൻ ചെയ്യാം. അത് ശരി, നാളെ ടൂർ പോവാം. നാളെ തന്നെ നീ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ. ശരിയായാലും ഇതങ്ങോട്ട്. ഗുഡ് മോർണിംഗ്. ആഹാ, എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. നാളെ ടൂർ പോകുന്നതിന്റെ സന്തോഷമാണോ? അതെ മിസ്, അതെ. മിസ് നാളത്തെ പ്ലാനൊക്കെ ഒന്ന് പറയാവോ? പറയാട്ടോ, അതിനാട്ടോ ഞാനിപ്പോൾ വന്നത്. അപ്പോൾ നമ്മൾ നാളെ ഒരു 7 മണിയോട് കൂടി ഇവിടുന്ന് ടൂർ സ്റ്റാർട്ടാവും. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വേണം വരാൻ. നമ്മൾ പോകുന്ന വഴിക്ക് അത് കഴിച്ചിട്ടാണ് പോകുന്നത്. ഓ മിസ്, നമ്മൾ കൊണ്ടുവരണോ ബ്രേക്ക്ഫാസ്റ്റ്? പുറത്തുനിന്ന് കഴിക്കാന്നോർത്ത് സമ്മതിക്കൂല. എടാ, നമ്മൾ എവിടെയെങ്കിലും കയറി കഴിച്ചാൽ അത്രയും കൂടി ലേറ്റ് ആവും. നമുക്ക് ആകെ 2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു 7 മണിക്ക് പോയാൽ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ അന്നത്തെ ദിവസം ഫുൾ ബീച്ചിലായിരിക്കും. സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഫോറസ്റ്റിൽ പോകുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ ബീച്ചിലും. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിയിൽ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ആകാട്ടോ. അപ്പോൾ പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ ഫോറസ്റ്റിലായിരിക്കും. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി ഒരു 12 മണിയോട് കൂടി നമ്മളിവിടെ എത്തും. അപ്പം നിങ്ങളുടെ പേരൻസിനോട് പറയണം സ്കൂളിൽ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ. കേട്ടല്ലോ? യെസ് മിസ്. ഓക്കെ മിസ്സേ, അപ്പം ശരി കേട്ടോ. ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞിട്ട് വരാം. അതെ, നമുക്ക് ഇൻ്റർവെല്ലിന് ചേച്ചിനും ചേട്ടനും കണ്ടിട്ട് കാര്യം പറയാം കേട്ടോ. എല്ലാം ഇന്ന് പ്ലാൻ ചെയ്യണം. അതെ അതെ, ഓക്കെ സെറ്റ്. പാറ് പോയിട്ട് കുറച്ച് നേരമായല്ലോ, വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ദേ വന്നുണ്ട്. അപ്പോൾ എന്താ പ്ലാൻ? അതെ അതെ, പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോൾ മുങ്ങുന്നുള്ള ടൈം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതെ, മിസ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്ക് പോകാൻ. എന്തായാലും ഒരു ഉഗ്രം പ്ലാൻ തന്നെ ഇട്ടേക്കാം. ഹലോ. ഹായ്, കുറേ നാളായില്ലേ കണ്ടിട്ട്. അതെ അതെ, ഞങ്ങളിവിടെ നാളത്തെ ടൂർ പോകുന്നതിൻ്റെ ഡിസ്കഷനിലായിരുന്നു. അല്ല, നാളെ ടൂർ വരുന്നില്ലേ? ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായി, അതാ വന്നത്. എന്താ പറഞ്ഞു? അല്ല, നിങ്ങൾ നാളെ നിധി തേടി പോകുന്ന കാര്യമല്ലേ പറയുന്നേ? അതെ, നിധി തന്നെ. എനിക്കെല്ലാം അറിയാം. അത് പിന്നെ നിങ്ങളോട് അത് പറയാനാ വന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബുക്കല്ല. അത് മേഴ്സിയുടെ ട്രാപ്പാ. അത് നിങ്ങൾക്ക് മേഴ്സി തന്നൊരു പണിയാ. അത് തേടി പോകരുത്. അത് തേടി പോയാൽ നിങ്ങൾക്കിട്ട് നല്ല പണി കിട്ടും. ആ ബുക്ക് അവിടെ കൊണ്ടിട്ടത് മേഴ്സിയാ. അത് നിങ്ങൾക്ക് കിട്ടുമെന്നും നിങ്ങൾ അതുപോലെ ചെയ്യുമെന്നും മേഴ്സിക്ക് അറിയായിരുന്നു. അതുപോലെ ചെയ്താൽ വലിയ അപകടമുണ്ടാവും. അത് പിന്നെ പാറുവിന് മൈക്കിളിന് ഇഷ്ടമാണല്ലോ. അത് മേഴ്സിക്ക് ഇഷ്ടമല്ല. കാരണം മേഴ്സിക്ക് മൈക്കിളിന് ഇഷ്ടമാണ്. അതിൻ്റെ ദേഷ്യമാണ്. അവളിപ്പോൾ കുറേ ആയി. ഇത് ഫൈനലാ. അതെ അതെ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒന്നും ചോദിക്കാണ്ട് വിട്ടോണ്ടായിരിക്കും. ഇത് നമ്മൾ പണി കൊടുത്തേ പറ്റും. അതെ അതെ, നമ്മളൊക്കെ അങ്ങ് പറ്റിക്കാന്ന് വെച്ചോ. അതെ, നമ്മൾ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതെ, മേഴ്സി എന്തും ചെയ്യും. നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. പിന്നെ ഞാനാ ഇത് പറഞ്ഞെന്ന് പറയരുത്. നിങ്ങൾ തൽക്കാലം അതിട്ടൊന്നും പോകരുത് കേട്ടോ. ശരി, ഞാൻ പോകുന്നു. എടോ, താങ്ക് യു. ഇതിപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല പാറു. ഇപ്പം തന്നെ കുറേ ആയി. മൈക്കിളിന് നിന്നെ ഇഷ്ടമാണ്, നിനക്കും ഇഷ്ടമാണ്. അതെ, ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മളിത് ചോദിച്ചിരിക്കും. വെറുതെ ചോദിച്ചാൽ പോയടി. ഇവർക്ക് നല്ല പണി കൊടുക്കണം.
അതെ, ഒരു ബുക്കിൻ്റെ പേരിൽ നമ്മൾ എത്ര ദിവസമായി അലഞ്ഞത്. ഹലോ ഗൈസ്, എന്താ അവിടെ പരിപാടി? ചെറുക്ക എനിക്കവിടെ ദേഷ്യം വന്നിരിക്കാം. നിനക്കെന്താ വേണ്ടേ? ഞാൻ പറഞ്ഞില്ലാഞ്ഞോ എന്നെ ഒന്ന് സഹായിക്കുന്നേ. എത്ര നേരമായി ഞാൻ പുറകെ നടക്കുന്നു. ഗൈസ്, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ, എനിക്കുള്ള ഐഡിയ ആണോ? അതെ അതെ, നിന്നെ ഞാൻ എന്തായാലും സഹായിക്കും. നാളത്തെ ടൂറിൽ നമുക്ക് സെറ്റ് ആക്കാം. താങ്ക് യു ശ്വേത, താങ്ക് യു. ഞാൻ ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഈ ഉപകാരം ഒരു കാലത്തും മറക്കില്ല, അതെനിക്കും അറിയാം. ശരി, അപ്പം ഞാൻ മുട്ട ബോക്സും നാരങ്ങളും കുടിച്ചിട്ട് വരാം. ഓക്കെ, സെറ്റ്. ജെല്ലി എന്താ ചെയ്താ കാര്യം? നിങ്ങൾ വിഷമിക്കണ്ട, എനിക്ക് പണി കൊടുക്കാൻ നല്ല ഉഗ്രൻ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ?